അപ്പൊ ആ കാര്യം അറിഞ്ഞില്ലേ? രാവിലെ മുതൽ രുദ്രയെ കാണുന്നില്ല. സൺ സിറ്റിയുടെ 3 പ്ലേയേഴ്സിനും വളരെ മോശമായി പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ ടീമിൽ ഒരൊറ്റ പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. സൺ സിറ്റി ടീം ഇതുവരെ ഒരു ഗോൾ പോലും സ്കോർ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്രാവശ്യം കാൾ സിറ്റിയാണ് ചാമ്പ്യൻഷിപ്പ് അടിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. കാൾ സിറ്റി ടീം, നിങ്ങൾ ചെയ്യുന്ന ചീറ്റിംഗ് ആണ്. റൂൾസ് ഫോളോ ചെയ്ത് കളിക്കേ. കാൾ സിറ്റിക്കും സൺ സിറ്റിക്കും നടുവിൽ വെറും സക്സസും ഫെയിലിയറും മാത്രമേ ഉണ്ടാവൂ. വേറെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല. പുറകെ വരുന്നവരെ പറ്റിക്കാൻ എന്റെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. ജന്തർ മന്തർ കാളിക്കലാന്തർ ചൂ. ഇപ്പൊ സൺ സിറ്റി ടീം മെമ്പർ അവരുടെ ഗോൾ പോസ്റ്റിൽ തന്നെ ഗോൾ അടിച്ചിരിക്കുകയാണ്. കാൾ സിറ്റി ഇപ്പൊ വിജയിക്കാൻ വെറും ഒരു ഒറ്റ ഗോൾ മാത്രം മതി. ഇപ്പോൾ ദൈവത്തിന് മാത്രമേ സൺ സിറ്റി രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഹലോ സർ മെജസ്റ്റിക്കോ, സർ മെജസ്റ്റിക്കോ, ഹലോ ഹലോ. എന്ത്, തനിച്ച് മീറ്റ് ചെയ്യണമെന്നോ സംസാരിക്കണമെന്നോ? ശരി, ഓക്കെ, ഞാൻ വരാം. ഹലോ സർ മെജസ്റ്റിക്കോ, എന്തു പറ്റി?
ലോകമെമ്പാടുമുള്ള മെജീഷ്യൻസ് കാണാതെ പോവുകയാണ്. അവരൊക്കെ എങ്ങോട്ട് പോയി അവർക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. അതാദ്യം കണ്ടുപിടിക്കുക, എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നൊരു കാര്യം, വളരെ അലേർട്ടായിരിക്കണം. ഓക്കെ സാർ മെജസ്റ്റിക്കോ, ഞാൻ ഉടനെ അത് കണ്ടെത്താം. ഹോലാരെ ഹോല, ഞാനാണ് സപ്പോല. ഷാക്കാൽ ഒന്നും ശരിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. Mara, Varun, very Bob! എന്റെ അമ്മേ.
വരുൺ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തയ്യാറായിട്ടിരിക്കുക. രുദ്ര, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? ഒരു കുഴപ്പമില്ല മുത്തശ്ശ. പക്ഷെ ഇതൊക്കെ എന്താണ്? വേഗം ചെന്ന് അവരെയൊക്കെ രക്ഷിക്കണം. രുദ്ര, നിക്ക്. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. ധൃതി കാണിച്ച് ഒരിക്കലും കുടുങ്ങിപ്പോകരുത്. എതിരാളിയുടെ കൂടെ ഏറ്റുമുട്ടുന്നതിന് മുൻപ് അവന്റെ പ്ലസ് ആൻഡ് മൈനസ് നമ്മൾ മനസ്സിലാക്കണം. അവൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും വളരെ ശക്തിമാനായിരിക്കും. അവൻ ആരാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും എന്റെ കൂടെ വരൂ, വേഗം. സ്പേസിൽ ഇത്രയും വലിയ ഹൈടെക് സിറ്റിയോ? ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ ഈ കാണുന്നതൊക്കെ സ്വപ്നാണോ? ഞാനിപ്പത് ഏത് ലോകത്തായിരിക്കുന്നത്? ഞാൻ കണ്ടത് സ്വപ്നമല്ല മുത്തശ്ശ, ഞാൻ കണ്ടത് സ്വപ്നമല്ലാട്ടാ. കുട്ടികളെ, ഒരു കാര്യം ഓർക്കണം. എത്ര വലിയ പ്രശ്നം വന്നാലും ശരി, വളരെ പേഷ്യന്റ് ആയിട്ട് വേണം നമ്മൾ ആക്ഷൻ എടുക്കാൻ. മുത്തശ്ശ, താഴെയുള്ള ഗേറ്റ് ഞാൻ ഇപ്പൊ തന്നെ പോയി തുറന്നേക്കാം. അബേസ്ക, സബേസ്ക, പുഷ്ടിനോ മീ.
മുത്തശ്ശ, എന്നെ രക്ഷിക്കണേ. താങ്ക് യു മുത്തശ്ശ. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ, ധൃതി വെച്ച് ഒരിക്കലും ഒരു ഡിസിഷനും എടുക്കരുത്. നമ്മുടെ എതിരാളി വളരെ ശക്തിമാനാണ്. എന്ത് സംഭവിച്ചാലും ശരി, മൈൻഡ് റിലാക്സ് ആയി വെച്ചിരിക്കണം. നിങ്ങൾ എല്ലാവരും ഒരു ലൈനായിട്ട് നിൽക്ക്. ഈ സിറ്റിയുടെ പേര് ഡോങ്ഗ്രീല സിറ്റിയാണ്. ഇവിടത്തെ ബോസ് ആണ് മെജീഷ്യനിലെല്ലാം മെജീഷ്യൻ, ദി മാസ്റ്റർ മെജീഷ്യൻ ഡോങ്ഗ്രീല. ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതിനുത്തരം മാസ്റ്റർ ഡോങ്ഗ്രീല വന്നു പറയും. നിങ്ങളുടെ മുഖത്തുള്ള മാസ്ക് എടുത്ത് മാറ്റാൻ ആരും ശ്രമിക്കണ്ട. ഇതൊരിക്കലും എടുത്ത് മാറ്റാൻ പറ്റില്ല. ഈ മാസ്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും ഒന്നായി മാറുകയാണ്. നിങ്ങളെല്ലാവരും ഡോങ്ഗ്രീല സിറ്റിയുടെ മെമ്പേഴ്സാണ്. നിങ്ങളെല്ലാവരും വേറെ നാട്ടിൽ നിന്നോ വേറെ സിറ്റിയിൽ നിന്നോ വന്നവരല്ല. ഈ കാണുന്ന മാസ്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷമേ മാറ്റാൻ പറ്റുള്ളൂ. അകത്തേക്ക് വന്നതും ഈ മാസ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് നിങ്ങളുടെ ഫേസ് കവർ ചെയ്യുന്നതായിരിക്കും. മാസ്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ മാസ്ക് ഇല്ലാതെ ചുറ്റിക്കറങ്ങുന്നവനെ ഇമീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ ഫിനിഷ് ചെയ്ത് കളയും. ആ ഇതുവഴി അകത്തേക്ക് പോകുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വരൂ, മുകളിൽ കൂടെ അകത്ത് കിടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം. മാസ്റ്റർ ഡോങ്ഗ്രീല ഇതാ വരുന്നു. ഡോങ്ഗ്രീലയുടെ ലീലകൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. വെൽക്കം ടു ഡോങ്ഗ്രീല സിറ്റി. കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ എല്ലാവരും ഇവിടെ ഗസ്റ്റ് ആണ്. പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. അതുവരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വീട്, ആഹാരം, വെള്ളം എല്ലാം ഫ്രീ ആയി ലഭിക്കുന്നതാണ്. പക്ഷെ ഒരു ഒറ്റ കാര്യം മാത്രം ഒരിക്കലും കിട്ടില്ല. ഫ്രീ ആയിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകണം. കൂട്ടുകാരെ, അവൻ തനിച്ചാണ്. നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്നാൽ ഇവന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ മജീഷ്യൻ ആണെങ്കിൽ നമ്മളും മജീഷ്യൻ ആണ്. കം ഓൺ, അറ്റാക്ക്! നമ്മുടെ മാജിക്കൽ പവേഴ്സ് ഇങ്ങോട്ട് പോയി.
ഡോങ്ക്രീലയുടെ ലീലകൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. ഏത് കാര്യമാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് ഞാൻ പറഞ്ഞേക്കാം. അതാണ് നിങ്ങളുടെ മാജിക്കൽ പവേഴ്സ്. നിങ്ങളെ എല്ലാവരുടെയും മാജിക്കൽ പവേഴ്സ് നിങ്ങൾ ആ ക്യൂബിനകത്ത് കുടുങ്ങിപ്പോയപ്പോൾ നിങ്ങളുടെ പവേഴ്സ് എല്ലാം ഞാൻ സ്വന്തമാക്കി. ആ എനർജി സെന്ററിൽ അത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും എനിക്കെതിരായി ഒരു വാക്ക് സംസാരിച്ചാലും അവന്റെ ഗതി ഇത് തന്നെയായിരിക്കും. മൗസ്. ഇവരെ എല്ലാവരെയും കൊണ്ടുപോ. അവരുടെ വീട് കാണിച്ചു കൊടുക്ക്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്ക്. വരൂ, എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് വരൂ. ഞാൻ പറയുന്നത് കേൾക്ക്. എന്നെ നിങ്ങൾ സാധാരണമായിട്ട് കരുതണ്ട. എന്റെ പേര് മാത്രമാണ് മൗസ്. പക്ഷേ ഞാൻ സിംഹത്തെക്കാളും ഭയങ്കര പവർഫുൾ ആണ്. മുത്തശ്ശ വരൂ, നമ്മൾ ആരുടെ കണ്ണിലും പെടാതെ ആ സിറ്റിനകത്തേക്ക് പോവാം. ആ സിറ്റിയിലേക്ക് പോകുന്ന അത്ര എളുപ്പമാണെങ്കിൽ എല്ലാവരെയും താനെയുള്ള ആ ഗേറ്റ് വഴി കൊണ്ടുപോവില്ലായിരുന്നു. ഇവിടെ എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. മുത്തശ്ശ, ഈ സിറ്റിയുടെ മുകളിൽ കൂടി ആർക്കും അകത്തേക്ക് പോകാൻ കഴിയില്ല. സൈഡിൽ കൂടിയും പോകാൻ കഴിയില്ല. അതെ രുദ്ര, നീ പറഞ്ഞത് ശരിയാ. പക്ഷേ നമുക്ക് അകത്ത് കടന്നല്ലേ പറ്റൂ. നമ്മൾ ആ പ്രൊട്ടക്ഷൻ വാൾ കടന്നു വേണം അകത്ത് ചെല്ലാൻ. ഒന്നിനു പുറകെ ഒന്നായി ആസ്റ്ററോയിഡ്സ് ഏറ്റുമുട്ടുമ്പോൾ ആ പ്രൊട്ടക്ഷൻ വാളിൽ ഒരു ചില സമയത്തേക്ക് ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പ് യൂസ് ചെയ്ത് വേണം നമ്മൾ അകത്തേക്ക് കടക്കാൻ. ഞാൻ പറയുന്ന പ്ലാൻ ശ്രദ്ധിച്ച് കേൾക്ക്. ഓരോ ആസ്ട്രോയിഡ്സിലും കുറച്ച് സ്ഥലം ബാക്കിയുണ്ടാകും. അതിൽ കയറി വേണം നമ്മൾ ട്രാവൽ ചെയ്യാൻ. മുന്നിൽ കാണുന്ന ആസ്ട്രോയിഡ്സ് ഉണ്ടല്ലോ, അത് റെഗുലറായി ഇങ്ങനെ ചുറ്റി വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് മനസ്സിലായില്ല മുത്തശ്ശ. രുദ്ര, നീയും മായറിയും ഒരു ആസ്ട്രോയിഡിനകത്ത് നിൽക്കൂ. റംഗീലയും വരണം രണ്ടാമത്തതിൽ, മൂന്നാമത്തതിൽ ഞാനുണ്ടാകും. നിങ്ങളുടെ കൈകളുടെ മൂവ്മെന്റ്സ് വെച്ച് ഈ ആസ്ട്രോയിഡിനെ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാൻ പറ്റും. നമ്മുടെ പ്ലാൻ ഇതാണ്. രുദ്ര പിന്നെ റംഗീല, നിങ്ങൾ ഏതെങ്കിലും ഒരു ആസ്ട്രോയിഡിനകത്ത് കയറി അത് ലീഡ് ചെയ്യൂ. മറ്റുള്ള ആസ്ട്രോയിഡ്സിന് പ്രൊട്ടക്ഷൻ വാളിന്റെ നേരെ കൊണ്ടുപോകൂ. ലാസ്റ്റ് മൂവ്മെന്റിൽ സൈഡ് വഴി അകത്തേക്ക് കടക്കണം. അവരേറ്റുമുട്ടട്ടെ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് അകത്ത് കിടക്കും. അപ്പൊ ഞങ്ങളോ? ഒരു പ്രാവശ്യം ഞാൻ അകത്ത് കടന്നാൽ നിങ്ങൾ അകത്തേക്ക് കൊണ്ടുവരാനുള്ള വഴി ഞാൻ കണ്ടെത്തും. എല്ലാവർക്കും ഒന്നിച്ചകത്തേക്ക് പോകാൻ പറ്റില്ല. ആ ഗ്യാപ്പ് പെട്ടെന്ന് ക്ലോസ് ആയി പോവും. റെഡി മൈറ? ரங்கிலா மேலட்டு போ.
രുദ്ര ഞാനിതാ വരുന്നു. മുത്തശ്ശ, ഇവനെ എടുത്തോണ്ട് പോ. അല്ല, ഞാൻ എന്തായി കാണുന്നേ? രുദ്ര, മുത്തച്ഛനെ രക്ഷിക്ക. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ കുടുങ്ങി പോവും. നന്നായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാം. ജയ്സിംഗ് ചൗഹാൻ, ഞാൻ ഡോങ്ക്രിയിലെയാണ്. ഈ യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ, ഏറ്റവും പവർഫുൾ ആയ മജീഷ്യൻ. ഭൂമിയിലുള്ള മജീഷ്യൻസിൽ വെച്ച് ഏറ്റവും നല്ല മജീഷ്യൻ നീയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ വീട്ടിൽ ഡ്രംഗീല ചില്ലി എന്ന് പേരുള്ള 2 ജോലിക്കാരുണ്ട്. പിന്നെ നിന്റെ ഒരു ഗ്രാൻഡ് സൺ രുദ്രയുമുണ്ട്. ഇത്രയൊക്കെ ഇൻഫർമേഷൻ നിനക്ക് ആരാ തന്നത്? ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. ഓ, അപ്പൊ ഈ കാര്യത്തിൽ നീ ഇവനെ സഹായിക്കായിരുന്നു അല്ലേ? ഞാൻ ടൈമിന്റെ കൂടെയാണ്. ജയ്സിംഗ് ചൗഹാൻ, ഇത് ഡോങ്ക്ലീലയുടെ സമയമാണ്. അവനെ പോലെ ശക്തിമാനായ ഒരു മജീഷ്യനെ ഇതുവരെ ഞാൻ കണ്ടിട്ടേയില്ല. അവൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. അവൻ നിന്നെ പോലെ ഒരു തടവുകാരനായി ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ അവനൊരു ബുദ്ധിമാനാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് അവൻ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് നീ എന്താണ് വിചാരിക്കുന്നത്. എനിക്ക് നല്ല പവർഫുൾ പിന്നെ ബുദ്ധിമാന്മാരായ മെജീഷ്യൻസ് ആവശ്യമാണ്. നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്ന ഡോങ്ക്രീല? ഞാൻ ലോകമെമ്പാടുമുള്ള മെജീഷ്യൻസിനെ എന്റെ ഈ ഡോങ്ക്രീല സിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ കൊന്നൊടുക്കും. പിന്നെ നമ്മളെല്ലാവരും മെജീഷ്യൻസ് ഭൂമിയെ ഭരിക്കുന്നതായിരിക്കും. നമ്മുടെ മാജിക്കൽ വേൾഡ് നമുക്ക് നിർമ്മിക്കാം. അവിടെ നമുക്ക് മനുഷ്യരെ കൊണ്ട് ഒരിക്കലും ഒരു അപകടവും ഉണ്ടാവില്ല. മനുഷ്യരെ കൊണ്ട് നമുക്ക് ഒരു അപകടവും സംഭവിക്കില്ല. അവർ അവരുടെ ജീവിതം ജീവിക്കുന്നു, നമ്മൾ നമ്മളുടേതായതും. പിന്നെ നീ എന്തിനാണ് അവരെ കൊല്ലണമെന്ന് വിചാരിക്കുന്നത്? ആവശ്യമുണ്ട്, വളരെ ആവശ്യമുണ്ട്. അവരെല്ലാവരും അവിടെ ഉള്ളതുവരെ നമുക്കൊരു സേഫ്റ്റിയുമില്ല. ഒരു സമയത്ത് എന്റെ ജീവിതം മനുഷ്യരാണ് കലക്കി മറച്ചത്. അവർ ചതിയന്മാരാണ്, രഹസ്യമായി പോരാടുന്നു, നേരിൽ വരുന്നുമില്ല. ഫേസ് ടു ഫേസ് വന്നിരുന്നുവെങ്കിൽ ഓരോരുത്തരെയും ഞാൻ കൊന്നൊടുക്കുമായിരുന്നു. അവർ വളരെ തന്ത്രപൂർവ്വം എന്റെ ടോട്ടൽ ഏരിയയും നശിപ്പിച്ചു. മൗസ് കാണിക്കേ. ശരി മാസ്റ്റർ. മനുഷ്യൻ കാരണമില്ലാതെ ആരെയും ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല. തീർച്ചയായിട്ടും നീ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ അതും കാണിക്കേ. എന്റെ മാസ്റ്ററിനെ നിങ്ങൾ അപമാനിക്കുകയാണോ? നോക്ക് എന്റെ മാസ്റ്ററിന്റെ പവർ എന്താണെന്ന്. ഞങ്ങൾക്കറിയില്ല. നിങ്ങളൊക്കെ എവിടെയുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഈ കാടും മലയൊക്കെ ചുറ്റിക്കറങ്ങാൻ വന്നതാ. പക്ഷെ നിങ്ങൾ ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നു. ദയവീത് ഞങ്ങളെ വിട്ടേക്കും. ശരി, ഓക്കെ, ചെല്ല്. നീ എന്താ കാണിച്ചത്? അപ്പോ അതാണല്ലേ പ്രശ്നം. നിരപരാധിയായ ജനങ്ങളെ നീ ഇങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും മറുപടി നൽകും. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നീയാണ്. ഇല്ല,
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവര് ചെയ്തതാണ് തെറ്റ്. നീ ഇപ്പൊ ഡിസൈഡ് ചെയ്ത് പറ, നീ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു അല്ല അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ ആ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ ഓരോരുത്തരെയും പച്ചക്ക് കത്തിച്ച് ചാമ്പലാക്കും. അതുപോലെ തന്നെയാണ് അവർ എന്റെ ഏരിയയും നശിപ്പിച്ചത്. ഞാൻ ഇവിടെ ഉള്ളത് വരെ നീ ആരെയും കത്തിച്ച് ഭസ്മമാക്കാൻ പറ്റില്ല. ഇബൈസ്ക സിബൈസ്ക പുഷ്ടിനോ. ഡോങ്ക്രീലയുടെ ലീലകൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ഇവിടെ ഒരു മെജീഷ്യൻ വന്നാലും ശരി, അവന്റെ മാജിക്കൽ പവേഴ്സ് എല്ലാം അവനെ വിട്ടു പോകുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരുടെ പവേഴ്സും ഒരു പവർ ടാങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുള്ള സമയം വരുമ്പോൾ അത് ഞാൻ അവർക്ക് തിരിച്ചു നൽകും. അത് ആവശ്യമുണ്ടെന്ന് അറിയുമ്പോൾ അത് ഞാൻ നിനക്ക് വിട്ടുതരും. എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ആരും നിനക്കെതിരായി പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിന്റെ അടിമകളാക്കാൻ ശ്രമിക്കുകയാണല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. ആലോചിച്ച് പറ, നീ എനിക്ക് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ? ഒരുപാട് സമയമുണ്ട്. മാജിക്കൽ പവേഴ്സ് ഇല്ലാതെ നീ ഒന്നുമല്ല. ജയസിംഗ് ചൗഹാൻ, കൊണ്ടുപോയവനെ. ഒരു മിനിറ്റ്. രുദ്ര എവിടെ പോയിരിക്കുകയാണ്? അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ജനങ്ങളെ ഫോളോ ചെയ്ത് ഇവിടെ എത്തി. ഡോങ്ക്ലീന, രുദ്രയെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടാത്തത് വരെ നമ്മെ അപകടം കാത്തിരിക്കുകയാണെന്ന് ഓർക്കണം. അവൻ കാണാൻ ചെറിയൊരു ബാലകനാണ്, എന്നാൽ മാജിക്കിന്റെ കാര്യത്തിൽ അവൻ വളരെ വലിയവനാണ്. രുദ്രയെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡോങ്ക്രീലയാണ്. ഡോങ്ക്രീല, യൂണിവേഴ്സിലെ ഏറ്റവും ശക്തനായ മജീഷ്യൻ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇവിടെ എല്ലാം ഫ്രീ ആണെന്നാ തോന്നുന്നേ. കണ്ടോ, ജനങ്ങള് സാധനങ്ങൾ എടുത്തോണ്ട് പോവാണ്, പക്ഷെ ആരും കാശ് കൊടുക്കുന്നില്ല. ഞാനും ഒരല്പം ഫ്രൂട്ട്സ് കഴിച്ചിട്ട് വരാം. എനിക്ക് ഫ്രൂട്ട്സ് വേണം. ആദ്യം മുഖത്ത് ആ മാസ്ക് എടുത്തിടണം. അവിടെ എല്ലാരും മാസ്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആരാണ് അവർ മനസ്സിലാക്കരുത്. മനസ്സിലാക്കിയാൽ നമ്മൾ കൊടുങ്ങും. മാസ്ക് റിയാറ്റോ. നമുക്കിപ്പോ പോവാം. നമ്മൾ ആരും സംശയിക്കില്ല. ആഹാ, ആരും നമ്മളെ പറ്റിച്ചിട്ടില്ല. 4 പേരുടെ മുഖത്തും മാസ്ക് ഉണ്ട്. മാജിക് കൊണ്ട് മാസ്ക് ഉണ്ടാക്കി അവരുടെ മുഖം മൂടിയിരിക്കുകയാണ്. അവരുടെ കൈവശം മാജിക് പവേഴ്സ് ഉണ്ട്. ആ, ഞാൻ വിളിച്ചോണ്ട് വരാം. സൂപ്പർ മെട്രോ ട്രെയിൻ ആണല്ലോ. കാറ്റിലാണ് പറക്കുന്നത്.
വൗ, ഇത് എന്തൊരു നല്ല സിറ്റി ആണല്ലേ. മജീഷ്യൻ ഡോങ്ക്രീല ഉണ്ടാക്കിയതാണിത്. ഇത് ടോട്ടൽ മാജിക്കൽ സിറ്റിയാണ്. നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് വന്നതാണോ? ആ, ഞങ്ങൾ പുതിയതായിട്ടാ വന്നത്. ഇപ്പോഴാ ഇവിടേക്ക് എത്തിയത്. അതെന്താ മിന്നി തിളങ്ങുന്നുണ്ടല്ലോ? അതിൽ എല്ലാവരുടെ മാജിക്കൽ പവേഴ്സും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ആർക്ക് കൊടുക്കണം, എപ്പോ കൊടുക്കണം, എത്ര കൊടുക്കണം, അത് ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഡോങ്ക്രീലയാണ്. എന്റെ വീട്ടിൽ വന്ന് ടീം സ്നാക്സും കഴിക്കുന്നോ? ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ ദൈവമേ, എത്ര നല്ല മനുഷ്യനാ ഇയാള്. എനിക്ക് വളരെ സന്തോഷമായി. നിങ്ങളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വരൂ വരൂ, ഇവിടെയാണ് എന്റെ വീടുള്ളത്. ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നോണ്ടിരിക്കുകയാണ്. ഗെറ്റ് റെഡി. എന്ത് പറ്റി രുദ്ര? ഒന്നുമില്ല. രുദ്ര, നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിന്നെ കുറിച്ച് ഞങ്ങൾ ഇവിടെ ഒരുപാട് കേട്ടിട്ടുണ്ട്. രുദ്ര, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ചില്ലി, ചില്ലി. അബൈസ്ക, സബൈസ്ക, സന്തോഷം കൊണ്ട് ജമ്പ് ചെയ്യാം. ഒരുവിധം ഞങ്ങള് രക്ഷപ്പെട്ടു. അല്ല, നീ ലീവ് എടുത്ത് നിന്റെ ഗ്രാമത്തിലേക്ക് പോയതല്ലേ, പിന്നെ എങ്ങനെ എവിടെ എത്തിപ്പെട്ടത്? ഞാൻ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസത്തിന് മുൻപ് മേളിൽ നിന്നും അവൻ ഇറങ്ങി വന്നു. ഞങ്ങൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ ഇവിടെ വന്ന് 15 ദിവസം കഴിഞ്ഞു. നിങ്ങൾക്ക് ആ മാസ്ക് എടുത്ത് മാറ്റാൻ പറ്റുമോ? അപ്പൊ ഈ മെട്രോ ട്രെയിനിൽ എന്താ മാറ്റാഞ്ഞത്? ഈ മാസ്ക് വീട്ടിന്റെ അകത്ത് വരുമ്പോൾ മാത്രമേ ഊരാൻ പറ്റുള്ളൂ. പുറത്തേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പറന്നു വന്ന് നമ്മുടെ ഫേസിൽ ഫിക്സ് ആകും. മാസ്ക് ഇല്ലാതെ ആരെങ്കിലും പുറത്തു പോകുന്നത് കണ്ടാൽ അവനെ ഉടൻ തന്നെ ഫിനിഷ് ചെയ്യും. ആ മുത്തശ്ശൻ എവിടെയാണ്? അദ്ദേഹം തടവിലായിരിക്കുകയാണ്. എന്ത്? അപ്പോൾ അദ്ദേഹം മെജീഷ്യൻ ഓഫ് മെജീഷ്യൻ റേസിൽ പങ്കെടുക്കേണ്ടി വരും. അത് പുത്തൻ പുതിയ പവർഫുള്ളായ മെജീഷ്യൻസിന് വേണ്ടിയുള്ള റേസാണ്. ഏത് മെജീഷ്യനെ കൊണ്ട് എന്തുമാത്രം ലാഭം കിട്ടുമെന്ന് അവൻ ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം അയാൾ അവനെ തന്റെ അഡ്വൈസറായിട്ട് മാറ്റുകയാണ്. മെജീഷ്യൻസ് ഓഫ് ദ മെജീഷ്യൻസ് റേസോ? എന്റെ പ്രിയപ്പെട്ട ജയസിംഗ് ചൗഹാൻ, പിന്നെ മറ്റുള്ള മെജീഷ്യൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ലിമിറ്റഡ് മാജിക്കൽ പവേഴ്സ് ഇപ്പോൾ നൽകുന്നതായിരിക്കും. ഈ റേസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ആര് ജയിക്കുന്നുവോ അവരെന്റെ റൈറ്റ് ഹാൻഡ് ആയിരിക്കും. അതായത് അവരെന്റെ ബെസ്റ്റ് അഡ്വൈസറായി മാറുന്നതായിരിക്കും. ഹീര ലീല ലീല, ഡോങ്ക്രീല കി ലീല.
ഈ റേസിൽ ആരൊക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആകുന്നുവോ അവരെ എന്റെ കോർട്ടിലെ മെമ്പേഴ്സ് ആക്കി മാറ്റുന്നതായിരിക്കും. ഓക്കെ? നോട്ട് ഓക്കെ. Ibaiska, Saku, Finito! ഡോങ്ക്രീലയുടെ ലീലയെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ജയ് സിംഗ് ചൗഹാൻ ഇപ്പൊ നീ ലോ മാജിക്കൽ സോണിലാണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മാജിക്കൽ പവേഴ്സും വർക്ക്ഔട്ട് ആവില്ല. നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് മാജിക്കൽ പവേഴ്സ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ചാടിക്കേറി മണ്ടത്തരം കാണിക്കണ്ട. ആര് ഈ റേസിൽ തോറ്റു പിൻവാങ്ങുന്നു അവരെ ഞാൻ കൊന്നുകളയും. ക്വിക്ക് സാൻഡിന്റെ മുകളിലാണ് നിങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അതിഭയങ്കരമായ അപകടങ്ങൾ നിറഞ്ഞതാണ് ഈ റേസ്. Okay, abracadabra, go! രക്ഷിക്കണേ! വേഗം ഇതിൽ പിടിക്കേ. വേഗം ഇതിൽ പിടിക്കേ. നീ ശരിക്കും കലക്കി കളഞ്ഞു. നിന്റെ ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കുകയാണ്. അവനെ കൊണ്ട് നിനക്ക് ഒരു പ്രയോജനവുമില്ല ഡോങ്ക്ലീല. അവൻ നന്മ നിറഞ്ഞവനാണ്. നേർവഴിക്ക് മാത്രമേ എന്തും ചെയ്യുകയുള്ളൂ. അവൻ നിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയില്ല.
രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ. എന്റെ പവേഴ്സ് തീരുകയാണ്. എല്ലാവരും മുറുക്കി പിടിച്ചോ. ഞാൻ നിങ്ങളെ ഫിനിഷ് ലൈനിന്റെ മുകളിൽ കൂടി വലിച്ചെറിഞ്ഞേക്കാം. Ibaiska, Sakum, Pushtu! കണ്ടോ ജയ്സിംഗ്, മറ്റുള്ളവരെ രക്ഷിക്കാൻ നീ ശ്രമിച്ചിട്ട് നീ ഇപ്പൊ കുടുങ്ങിപ്പോയി. എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഒരു വാക്ക് പറയൂ, ഞാൻ നിന്നെ രക്ഷിക്കാം. ഒരിക്കലുമില്ല, ഞാൻ നിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എന്നാ പിന്നെ ബൈ ബൈ. ബൈ ബൈ ജയ്സിംഗ്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാ. നീ ഇങ്ങനെ മരിച്ചു പോകുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സുഖം തോന്നുന്നു. സ്മോക്ക് ഡിസപ്പിയറോ. അവൻ ജയ്സിങ്ങിനെ കൊണ്ടുപോയി തേടി കണ്ടുപിടിക്ക്, തേട്. അവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലും. മുത്തശ്ശ, അവൻ അപകടകാരിയായ മജിഷ്യനാണ്. അവൻ മനുഷ്യരെയൊക്കെ കൊന്നടുക്കിട്ട് മജിഷ്യൻസിന് മാത്രമായി ഒരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ഒരു മജീഷ്യൻസിനും ഫുൾ പവർ കൊടുക്കില്ല. അവൻ കൊടുക്കുന്നത് ലിമിറ്റഡ് പവേഴ്സ് ആയിരിക്കും. അവർ ജീവിതകാലം മുഴുവൻ അവന്റെ സ്ലേവ്സ് ആയി ജീവിക്കണം. എനിക്ക് തോന്നുന്നത് എന്റെ ബോഡിയിൽ നിന്നും എല്ലാ എനർജിയും പുറത്തേക്ക് പോയതുപോലെ. രംഗീല, മുത്തശ്ശ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ മുത്തശ്ശന്റെ പവർ മൊത്തം ഡ്രെയിൻ ആയി. അദ്ദേഹം ഇപ്പൊ ഭയങ്കര ടയേർഡാണ്. ചെന്ന് ഈ മരുന്ന് എടുത്തോണ്ട് വാ. മാസ്ക് ഇട്ടോണ്ട് പോ. ഞാനത് മറന്നു പോയി. വേഗം ചെല്ല്. നടന്ന് പോകാതെ ഓടിപ്പോ.
മുത്തശ്ശ ഒന്നോർത്തും വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവും. നീ എന്റെ കൂടെയുള്ളപ്പോ എനിക്ക് വിഷമിക്കാൻ ഒന്നുമില്ല മോനെ. മുത്തശ്ശ, നമ്മൾ ഡോങ്ക്രിലയോട് ഏറ്റുമുട്ടിയേ പറ്റൂ. പക്ഷെ അതിനു മുൻപ് അവിടെയുള്ള എല്ലാവർക്കും മാജിക്കൽ പവേഴ്സ് തിരിച്ചു കിട്ടണം. അങ്ങനെയാവുമ്പോ എല്ലാവർക്കും ചേർന്ന് ഏറ്റുമുട്ടാലോ. നമ്മൾ 2 കാര്യം ചെയ്യേണ്ടി വരും. നമ്പർ 1, ഒരു കാര്യം നമ്മൾ കണ്ടെത്തണം. സ്പേസ് ഷിപ്പ് പോലെ കാണുന്ന ആ മാജിക് പ്ലെയിൻ എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. നമ്പർ 2, ആ എനർജി തിരിച്ചു കിട്ടുവാനുള്ള വഴി കണ്ടെത്തണം. നമ്മൾ എങ്ങനെയെങ്കിലും ഡോങ്ക്ലിയുടെ പാരൽസിൽ എൻട്രി ആയാൽ പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെ രഹസ്യം നമുക്ക് അവിടുന്ന് കണ്ടെത്താൻ കഴിയും. പക്ഷെ അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കുമല്ലോ. നിങ്ങളുടെ രൂപം വളരെ ചെറുതാക്കി പാലസിനകത്തേക്ക് പോകാൻ പറ്റും. ആർക്കും നിങ്ങളെ കാണാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് ഷ്രിങ്കിങ് മാജിക് പഠിപ്പിച്ചു തരാം. ഇബൈസ്ക ഇലിക്കുട്ടീനോ. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ പവർ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മോനെ. വളരെ ലിമിറ്റഡ് പവേഴ്സേ ഉള്ളൂ. ഡോർമിലെസ്റ്റിക്കോ. മുത്തശ്ശ, മാജിക്കൽ പവർ സെന്റർ പാലസിന്റെ മുകളിലാണുള്ളത്. നമുക്ക് അത് പോയി തകർത്ത് കളഞ്ഞാൽ എന്താ? വാ വേഗം പോയി തകർക്കാം. ഓഹോ, അത് തകർക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. വരുൺ പറഞ്ഞത് വളരെ ശരിയാണ് മൈറ. അത് പുറത്തു നിന്ന് പൊട്ടിക്കുന്നത് അത്ര ഈസിയായ കാര്യമല്ല. അകത്തേക്ക് പോകാനുള്ള വഴിയും നമുക്ക് എവിടെയാണെന്ന് അറിയില്ല. മുത്തശ്ശ, ഒരു പക്ഷേ ഞാൻ അത് വേഗത്തിൽ ഇങ്ങനെ കറക്കുകയാണെങ്കിൽ എല്ലാ എനർജിയും ഒരുമിച്ച് തമ്മിൽ ഏറ്റുമുട്ടി അകത്തുനിന്ന് തന്നെ പൊട്ടി പുറത്തു വന്നാലോ? അകത്തുനിന്ന് പൊട്ടി വന്നാലോ? നിനക്കൊരു ഗ്ലാസ് പോലും പൊട്ടിക്കാൻ കഴിയില്ല മൈര. നീ എനർജി ടാങ്ക് കറക്കുമെന്നോ? ചിലപ്പോ എനിക്ക് ടാങ്ക് കറക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഗ്ലാസ് കറക്കാൻ പറ്റുമല്ലോ. ജന്തർ മന്തർ കാലിക്കലാന്തർ ചൂ. എന്ത്, നിനക്ക് പവർ വേണമെന്നോ? അത് പിന്നെ ഞാൻ വളരെ വീക്കായി പോയില്ലേ. കണ്ണിന്റെ താഴെ കറുത്ത സർക്കിൾസ് വന്നു പോയി. ഇത് കണ്ടോ? നീ എങ്ങനെയാ നിന്റെ മാസ്ക് ഊരിയത്? അതെനിക്ക് തന്നെ അറിയില്ല, അങ്ങനെ ഊരി പോയെന്നാ. മെഡിക്കൽ ഷോപ്പിൽ മാസ്ക് ഇല്ലാതെ ഒരുത്തൻ നിൽക്കുന്നു. സോൾജേഴ്സ് അവനെ വേഗം പിടിക്കൂ. നീ ആരായാലും വേഗം ഇവിടെ ഓടിക്കോ. സോൾജേഴ്സ് ഇപ്പൊ ഇങ്ങോട്ട് വരും. മെഡിക്കൽ ഷോപ്പിൽ മാസ്ക് ഇല്ലാതെ ഒരുത്തൻ നിൽക്കുന്നു. സോൾജേഴ്സ് വേഗം അവനെ പിടിക്കൂ. ചേട്ടാ, ഇവിടുള്ള സ്റ്റാച്യൂസ് പോലും സംസാരിക്കുകയാണല്ലോ. ഇത് ഏത് തരം നഗരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ അമ്മേ. നോക്ക്, ദാ കിടക്കുന്നു. വേഗം അവനെ പിടിക്ക. വേഗം പിടിക്ക. ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും വരില്ല. സഹായിക്കുന്നവൻ എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഇവരാണോ നിന്നെ രക്ഷിക്കാൻ പോകുന്നത്? എടാ ചെക്ക, നിന്റെ സൈസ് ഒന്ന് നോക്കടാ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Rangila, don't worry. Skates Kuriato.
സെക്ടർ 15 സോൺ 2 മാസ്ക് ഇല്ലാതെ 3 പേർ പോകുന്നുണ്ട്. സെക്ടർ 15 സോൺ 2 കൊല്ലാം. ഈ കളി കൊല്ലാം. ഇവന്റെ കൂടെ ക്യാറ്റ് ആൻഡ് മൗസ് കളിക്കുന്നത് വളരെ രസകരമായിരിക്കുന്നാണ് തോന്നുന്നത്. രുദ്ര, ഞാൻ തലകീഴായി പറക്കാണ്. കറങ്ങി മുകളിട്ട് വാ. എടാ, എനിക്ക് ഈ സ്കേറ്റിൽ പറക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെന്നേ. എന്നെ ഒന്ന് ശരിയാക്ക്. എനിക്കെല്ലാം തലകീഴായിട്ടാ കാണുന്നത്. രംഗില, എനിക്ക് നിന്റെ കൈ വിട്ടേ പറ്റൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. വേഗം എഴുന്നേൽക്ക് രംഗില. രുദ്ര, നീ നിന്റെ ഫ്രണ്ട്സും ഒരിക്കലും ഇവിടെ നിന്നും രക്ഷപ്പെടില്ല. വേഗം ഓടിക്കൂ. എന്റെ സോൾജേഴ്സ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ അതൊന്നും നേരത്തെ പറഞ്ഞ് തൊലയ്ക്കാൻ പാടില്ലായിരുന്നോ? ചേടാ, വീണ്ടും സ്റ്റാച്ചു വന്നല്ലോ. ഇപ്പൊ കുറച്ച് സമയത്തിന് കൈ വിട്ടേ പറ്റൂ. ഓക്കേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ റൈറ്റ് സൈഡ് പോണോ ലെഫ്റ്റ് സൈഡ് പോണോ? സോൾജേഴ്സ്, സെക്ടർ 5 സോൺ 4 വേഗം വരൂ. മാസ്ക് ഇല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. ഈ സ്റ്റാച്യൂസും പോസ്റ്റേഴ്സും ഒക്കെ അവന്റെ കണ്ണും കാതുമാണ്. ലൈൻ CCTV ക്യാമറ. മാസ്ക് ഇല്ലാത്ത ആളുകൾ ഇതാ പോകുന്നുണ്ട്. വേഗം. ഈ ചെക്കൻ ഞാൻ വിചാരിച്ചതുപോലെ അല്ല. അവൻ എപ്പോഴും ഒരു ഡയലോഗ് പറയാറുണ്ട്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക് പവേഴ്സിനെയും ഒരിക്കലും ആരും സംശയിക്കരുത്. എത്രയും പെട്ടെന്ന് അവന്റെ കഥയങ്ങ് കഴിച്ചേക്കുക. കാറ്റ് ആൻഡ് മൗസ് കളിക്കേണ്ട സമയം ഇതല്ല. അവൻ ഇവിടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കും, എല്ലാം നശിപ്പിക്കും. മിണ്ടി പോകരുത്. രുദ്ര, ആ സോൾജേഴ്സ് അടുത്തെത്തി. അങ്ങനെ രക്ഷപ്പെട്ടു. രുദ്ര, അവര് വന്ന മുത്തശ്ശനെ പിടിച്ചോണ്ട് പോയി. അവര് മെസ്സേജ് തന്നിട്ടാ പോയിരിക്കുന്നത്. ഇതിലും മെസ്സേജസ് ഒന്നും കാണുന്നില്ലല്ലോ. ഡോങ്ക്രീലയുടെ ലീലകൾ ആർക്കും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഹലോ രുദ്ര, നീ നിന്റെ അപ്പൂപ്പിനെ രക്ഷിക്കാമെന്ന് കരുതുകയാണെങ്കിൽ നാളെ രാവിലെ ഡോങ്ക്രീല സ്റ്റേഡിയത്തിലേക്ക് വന്നേക്ക്. എന്റെ സാമ്രാജ്യത്തിലേക്ക് ആർക്കും അത്ര പെട്ടെന്ന് കടന്നു വരാൻ പറ്റില്ല. വന്നുപോയാൽ പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എന്റെ അനുവാദമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. നീ വലിയൊരു മജീഷ്യൻ അല്ലേ? നമുക്ക് നേരിട്ട് കാണാം.
നമ്മുടെ കയ്യിൽ നാളെ രാവിലെ വരെ ടൈം ഉള്ളൂ. ഇന്ന് രാത്രി തന്നെ പാലസിലേക്ക് ചെന്ന് നമുക്കത് കണ്ടെത്തണം. ആ സ്പേസ്ഷിപ്പ് പോലെയുള്ള എനർജി പ്ലെയിൻ എവിടെയാണെന്ന് കണ്ടെത്തണം. എനർജി ടാങ്കിന്റെ അകത്ത് പോകാനുള്ള വഴി അറിയണം. Ibaiska flying Lilliputino Creato. ഒരു പക്ഷേ നമ്മുടെ ഫ്ലൈയിങ് സ്കേറ്റ് ഷൂസ് ഈ സൈസിലുള്ളത് കൊണ്ട് വർക്ക് ആവില്ല. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇത് റെഡിയാക്കിയത്. വരൂ, വേഗം പോവാം. Take care. Bye. All the best. ബൈ. ഇവിടെ വളരെ വ്യത്യസ്തമായ സ്മെല്ല് വരുന്നുണ്ടല്ലോ. എന്താ ഇത്? മനുഷ്യരാണല്ലോ, പക്ഷെ മനുഷ്യരെ പോലെ ഇല്ലല്ലോ. കാണാൻ തുമ്പിയെ പോലെ ഉണ്ടല്ലോ. നിങ്ങളുടെ അടുത്ത് വിക്സ് ഉണ്ടല്ലോ, വേഗം പറക്കൂ. അവൻ എപ്പോഴും ബിസി ആയിരിക്കണം. അപ്പോഴേക്ക് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാം. നമുക്ക് പറക്കാം. എന്നോട് കൂടുതൽ കളിക്കണ്ട. എന്റെ പേര് മാത്രമാണ് മൗസ്, പക്ഷെ ഞാൻ സിംഹത്തിനേക്കാളും അപകടം പിടിച്ചവനാണ്. എങ്ങോട്ട് വന്ന് നിങ്ങളെ ഞാൻ ഒരിക്കലും പുറത്തോട്ട് പോകാൻ സമ്മതിക്കൂല. വാവ്, എനർജി ടാങ്കിന്റെ മാജിക് പവർ ഇതിൽ കൂടിയാണ് പോകുന്നെന്ന് തോന്നുന്നു. ഇതെന്താ തുറക്കാൻ പറ്റാത്തത്? എന്തായാലും ഒന്ന് പരിശ്രമിക്കാം. ഇതിനകത്ത് ആരെങ്കിലും പോണമെങ്കിൽ അതിന്റെ താഴെയുള്ള വാതിൽ തുറന്നേ പറ്റൂ. മൈര, നീ ഇവിടെ തന്നെ ഇരിക്കെ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത് സൈറന്റെ ശബ്ദമാണല്ലോ. ആരോ എവിടെയോ കയറി പറ്റിയിട്ടുണ്ട്. പാലസിനകത്ത് ആരാ വന്നത്? വേഗം അവനെ പിടിക്കൂ. നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയാൽ പറ്റും. Ibaiska Pushtido!
മൗസ് എന്താ പറ്റിയത്? ആരാണ് ഇവിടെ വന്നത്? മാസ്റ്റർ ഡോങ്ക്രീല, അത് രുദ്രനും പിന്നെ അവന്റെ ഫ്രണ്ട്സും. അവരെങ്ങനെയാണ് ഈ പാലസിനകത്തേക്ക് വന്നത്? അവര് വളരെ ചെറുതായിട്ട് വന്നത് ഈച്ചയെ പോലെ. ഞാൻ അവരെ പിടിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ കിട്ടിയില്ല. ജസ്റ്റ് മിസ്സിലാണ് അവര് രക്ഷപ്പെട്ടത്. എന്നെ വിട്ടേക്ക്. രുദ്ര എന്റെ പാലസിനകത്ത് കയറിയിരിക്കുകയാണ്. പക്ഷെ നീ കാറ്റ് ആൻഡ് മൗസ് കളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? മരമണ്ടച്ചാരെ, മരമാക്രി. രുദ്ര, നിന്റെ കഥ ഞാൻ നാളെ അവസാനിപ്പിക്കും. പറയുന്നത് നീ കേട്ടല്ലോ അല്ലേ? ഐ വിൽ ഫിനിഷ് യു ടുമോറോ. ഞാനാണ് മാജിക്, മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാർ. ജയ്സിംഗ്, ഇപ്രാവശ്യം നീ വന്ന് ശരിക്കും കുടുങ്ങിപ്പോയല്ലേ? നിന്നെ രക്ഷിക്കാൻ രുദ്ര തീർച്ചയായും ഇവിടെ വരും. അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ വെച്ച ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഷാക്കാൽ, നമ്മൾ തമ്മിലുള്ള വിരോധം അത് വേറെ കാര്യം. ഇവിടെ നടക്കുന്ന സംഭവമുണ്ടല്ലോ, അത് കാരണം നിനക്കും അപകടമാണ്. മനുഷ്യരെ എല്ലാം കൊന്നൊടുക്കിയിട്ട് ഡോങ്ക്രീല നിങ്ങളെല്ലാവരും അടിമയാക്കാൻ ശ്രമിക്കുകയാണ്. ചിന്തിക്ക്, ജീവിതകാലം മുഴുവൻ നീ അവന്റെ അടിമയായിരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? നമ്മളും മനുഷ്യരാണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, നമ്മളുടെ കയ്യിൽ മാജിക്കൽ പവർ ഉണ്ട്. മനുഷ്യരെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നത് വളരെ വലിയൊരു തെറ്റാണ്. ഡോങ്ക്രീലയ്ക്കെതിരായി പോരാടുന്നതിൽ നീയും എന്നെ സഹായിക്കേണ്ടതാണ്. നമ്മൾ രണ്ടാളും ഒന്നിച്ചു ചേരുകയാണെങ്കിൽ ഡോങ്ക്രീലയെ നമുക്ക് ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റും. ഒരിക്കലുമില്ല. ഡോങ്ക്ലീലയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല. അവൻ ഈ യൂണിവേഴ്സിന്റെ ഏറ്റവും ശക്തിമാനായ മജീഷ്യനാണ്. നീ പറഞ്ഞത് ശരിയാണ് ഷാഖാർ. ജയ്സിംഗ്, ഇപ്പോഴും സമയമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കലുമില്ല. ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് ഏറ്റുമുട്ട്. ചെയ്യും, ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. ഇന്നത്തെ ഫൈറ്റിൽ നീ രക്ഷപ്പെട്ട് കാണിക്കും, നോക്കട്ടെ. രുദ്ര നിന്നെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവൻ തീർച്ചയായിട്ടും ഇവിടെ വരുന്നതായിരിക്കും. അഥവാ അവൻ വരികയാണെങ്കിൽ അവനും ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല. രുദ്ര, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത് നിന്നെ കൊടുക്കാനുള്ള അവന്റെ ഒരു ട്രാപ്പാണ്. മുത്തശ്ശൻ വെറുതെ വിഷമിക്കണ്ട, മാറി നിന്ന് കണ്ടോ. രുദ്ര, ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ നീ വീരനാണ്. നീ മാത്രം ഇപ്പോൾ എന്റെ കൂടെ ചേർന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ വിട്ടേക്കാം. പിന്നെ ഞാൻ നിന്നെ എന്റെ റൈറ്റ് ഹാൻഡ് മാൻ ആക്കി മാറ്റും. നിന്നെ പോലെ ഒരു ചെകുത്താരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങളുടെ ആൾക്കാരെ നോൺ മജീഷ്യൻസ് ആക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല രുദ്ര. നീ ഇപ്പോൾ നിൽക്കുന്നത് എന്റെ സാമ്രാജ്യത്തിലാണ്. ഇവിടെ എല്ലാം എനിക്ക് സ്വന്തമായതാണ്. എന്റെ അനുവാദം കൂടാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്റെ മുത്തശ്ശനും നിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല.
നീ എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. നിനക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല രുദ്ര. അതേ രുദ്ര, ഒന്നുകിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് വാക്ക് തരണം. അതല്ലെങ്കിൽ പിന്നെ നിന്റെ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നിന്റെ ഈ ബുൾഡോസറിന് നീ കൊടുത്തിരിക്കുന്ന ലിമിറ്റഡ് പവേഴ്സ് വെച്ച് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ പിന്നെ ഞാൻ അവന് അൺലിമിറ്റഡ് പവേഴ്സ് അങ്ങ് കൊടുത്തേക്കാം. പക്ഷെ ഇന്ന് നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സമ്മതിക്കില്ല. ഹീര ലീല ലീല ഡോങ്ക്രീലാക്കി ലീല. ഈ ചാൻസിന് വേണ്ടിയാ ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്. നീ എന്റെ വലയിൽ കുടുങ്ങി ഡോങ്ക്രീല. ഡോങ്ക്ലീല, അവനെ തടഞ്ഞു നിർത്ത. അവൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം.
ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും മാജിക്കൽ പവേഴ്സ് തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. മാജിക്കൽ എനർജി മൊത്തം ഇപ്പൊ റിലീസ് ആയി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരെയും വിളിച്ചോണ്ട് ഈ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഞാൻ നിങ്ങളെ പുറകെ വന്നേക്കാം. ഞാൻ ഒരു ഉറുമ്പിനെ ചവിട്ടി അരച്ച് കൊല്ലുന്നത് പോലെ നിന്നെ ഇപ്പൊ കൊല്ലാൻ പോവുകയാണ്. ഒരു കോച്ച് ചെക്കൻ ഈ ഡോങ്ക്രിയിലെ പ്ലാൻ ഇല്ലാതാക്കാൻ പറ്റില്ല. ഞാൻ മെജീഷ്യൻസിന്റെ ചക്രവർത്തിയാണ്. മാസ്റ്റർ ഓഫ് മെജീഷ്യൻ. ഐ വിൽ ക്രഷ് യു. അത് അത്ര പെട്ടെന്നൊന്നും തുറക്കില്ല ജയ്സിംഗ്. അത് മാജിക് പ്രൂഫാണ്. അത് തുറക്കണമെങ്കിൽ ഡോങ്ക്ലീലയുടെ കയ്യിലുള്ള ചാവി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഷാക്കാലി സമയം നീ ഡോങ്ക്രിയിലേക്കല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്, എനിക്കാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അവൻ നമ്മുടെ എല്ലാവരുടെയും എതിരിയാണ്. നീ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നീട് ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരൊറ്റ പ്രാവശ്യം മാത്രം ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊരിക്കലും ഞാൻ ഇനി ആവർത്തിക്കില്ല. മനസ്സിലായല്ലോ? ഇന്ന പിടിച്ചോ ചാവി. നിനക്ക് ഈ ചാവി എവിടുന്നാ കിട്ടിയത്? ഡോങ്ക്ലിയിലേക്ക് സപ്പോർട്ടായിരുന്നുകൊണ്ട് ഞാനൊരു ചെറിയ കളി കളിച്ചു. ഞാനൊന്ന് ആലോചിച്ചു, ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ ഈ പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന് കരുതി. ദയവേത് എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് പോ. എനിക്ക് ഡോങ്ക്രിയിലയുടെ കൂടെ ഇരിക്കണ്ട. പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. എന്നെയും കൊണ്ടുപോകൂ പ്ലീസ്. ഓക്കെ, വാ പോകാം. ജയ്സിംഗ്, നീ വളരെ പെട്ടെന്ന് മറ്റുള്ളവരെ വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ അവൻ നമ്മളെ പറ്റിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? ഡോങ്ക്രിയിലയുടെ കൂടെ ആരും താമസിക്കാൻ ഇഷ്ടപ്പെടില്ല. അവൻ നമ്മളെ ഒരിക്കലും വഞ്ചിക്കില്ല. വരും മൗസ്. Zibaiska, all of you, Unico.
രുദ്ര, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു. വേഗം നീയും വന്നേക്ക്. ഓക്കെ മുത്തശ്ശ. ഈ ബൈസ്കോ ഡോഗ്രേല ഫിനിഷ്. നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്റെ മാസ്റ്ററിനെ നിങ്ങൾ കൊന്നു കളഞ്ഞു അല്ലേ? അദ്ദേഹത്തിന്റെ എല്ലാ പ്ലാനും നീ നശിപ്പിച്ചു. പക്ഷെ നിങ്ങൾ ആരെയും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഷാക്കാർ, ഇവനെ എന്റെ പുറകിൽ നിന്ന് മാറ്റ്. വേഗം എന്തെങ്കിലും ചെയ്യേ. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ജയ്സിംഗ്, നീ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. ഞാൻ മാജിക്, ഞാനാണ് മായാജാലം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യൻ ആരാണെന്ന് ഞാനാണ് ഷകാൽ. ഞാൻ ആരെ വേണമെങ്കിലും വിശ്വസിക്കും, പക്ഷേ നിന്നെ ഒരിക്കലും വിശ്വസിക്കില്ല. മൗസിന്റെ കൂടെ പുറത്തേക്ക് പോയത് അതെന്റെ വെറും ഇമേജ് മാത്രമാണ്. ഇപ്പോൾ നീ ഫ്രീസോ. ഇപ്പോഴെല്ലാവരെയും അവരുടെ വീട്ടിലേക്ക് അയക്കേണ്ട സമയമായിരിക്കുന്നു. ഇബായിസ്ക ഹോം സെമിറ്റോ. മുത്തശ്ശ, വരും നമുക്ക് വീട്ടിലേക്ക് പോവാം. തീർച്ചയായിട്ടും രുദ്ര, പക്ഷേ അതിനു മുമ്പ് ഷാക്കാലെ അവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചേക്കാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ സൺ സിറ്റിയും കാൾ സിറ്റിയും ടോട്ടലായിട്ട് എനിക്ക് സ്വന്തമായിരിക്കുന്നു. ഞാനാണ് ഇവിടുത്തെ രാജാവ്. ഇതെല്ലാം എനിക്ക് സ്വന്തമാണ്. ഐ ആം ദ കിങ്. ഐ ആം നോട്ട് ദ കിങ്. ഞാനൊരു സർവന്റ് ആണ്. രുദ്ര, താങ്ക് യു വെരി മച്ച്. നീ ഞങ്ങൾ മാത്രമല്ല, ഈ ലോകത്തെ തന്നെയാണ് രക്ഷിച്ചത്. എന്നാ നമുക്ക് ഒരു സെൽഫി എടുത്താലോ മുത്തശ്ശ? सीधा घूम या उल्टा घूम सर पे चढ़ के झूम. सीधा घूम या उल्टा घूम सर पे चढ़ के झूम.